ശ്രീമന്നാരായണീയം 10-ാം ദശകം സൃഷ്ടിഭേദങ്ങൾ. ഈ ദശകത്തിൽ ബ്രഹ്മാവ് പ്രജാസൃഷ്ടി ആരംഭിക്കുന്നു. പ്രജാഭിവൃദ്ധിക്ക് വേണ്ടി ബ്രഹ്മോപദേശം മൂലം മറ്റുള്ളവർ പ്രവൃത്തി തുടരുന്നു. വൈകുണ്ഠവർദ്ധിത ബലോദഭവൽ പ്രസാദംഭോജയോനിരസൃജിൽ കില ജീവദേഹാൻ സ്ഥാസ്നൂനി പൂരൂഹമയാണി തഥാ തിരശ്ചാം ജാതിർമനുഷ്യനിവഹാനപി ദേവഭേദാൻ. വൈകുണ്ഠവാസിയായ ഭഗവാനെ, അങ്ങയുടെ പ്രസാദം മൂലം പ്രഭാവം സൃഷ്ടിച്ച ബ്രഹ്മാവ് ഭൂമിയിൽ മുളയെടുക്കുന്ന സ്ഥാവര വസ്തുക്കളുടെയും പക്ഷി മൃഗങ്ങളുടെയും മാനവവർഗത്തിൻ്റെയും ദേവഗണങ്ങളുടെയും ഉൾക്കൊള്ളുന്ന ആത്മാക്കളുടെ ശരീരങ്ങൾ സൃഷ്ടിച്ചു. മിഥ്യാഗ്രഹാസ്മിദ്മതിരാഗവികോപഭീതിർ രജ്ഞാനവൃത്തിമിതി പഞ്ചവിധാസ സൃഷ്ട ഉദ്ദാമതാമസ പദാർത്ഥവിധാനദൂന സ്തേനേ തുദീയ ചരണ സ്മരണം വിശുദ്ധ്യൈ. ഇവയെല്ലാം സൃഷ്ടിച്ചതിനു ശേഷം അദ്ദേഹം മിഥ്യാബോധം, അഹങ്കാരം, രാഗക്രോധഭയങ്ങൾ എന്നിങ്ങനെ 5 വിധത്തിലുള്ള അജ്ഞാനങ്ങളെ സൃഷ്ടിക്കുകയും ആ താമസ വസ്തുക്കളുടെ ക്രൂരശക്തി കണ്ട് ദുഃഖാകുലനാകയാൽ വിശുദ്ധി വീണ്ടെടുക്കാൻ അങ്ങയുടെ പാദപൂജ ചെയ്യുകയും ചെയ്തു. താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിഞ്ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാന സ്തോൽപാദഭക്തിരസികാ ജഗൂർണവാണീം. ഈ വിധത്തിൽ പരിശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് അദ്ദേഹം സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ എന്നീ മഹർഷിമാരെ സൃഷ്ടി ചെയ്തു. അങ്ങയുടെ പാദഭക്തിയുടെ രസം മനസ്സിലാക്കിയ അവർ സൃഷ്ടികർമ്മത്തിലേർപ്പെടാൻ ബ്രഹ്മാവ് പ്രേരിപ്പിച്ചതിനെ അനുസരിച്ചില്ല. താവൽ പ്രകോപമുദിതം പ്രതിരുന്ധദോസ്യ ഭ്രൂമധ്യതോ ജനിമൃഡോ ഭവദേകദേശ നാമാനി മേ കുരുപദാനി ചഹാവിരഞ്ജേ ത്യാദൗരുരോധഖില തേന സരുദ്രനാമ. സ്വപുത്രന്മാർ തന്നെ ധിക്കരിച്ചത് കൊണ്ടുണ്ടായ കോപം മനസ്സിലൊതുക്കാൻ പണിപ്പെട്ട ബ്രഹ്മാവിൻ്റെ പുരിക മധ്യത്തിൽ നിന്നും അങ്ങയുടെ തന്നെ അംശമായ ശിവൻ ജനിച്ചു. ശിവൻ ആദ്യമായി, ഹേ ബ്രഹ്മാവേ, എനിക്ക് പേരും പദവിയും പ്രദാനം ചെയ്യുക എന്ന് രോദനം ചെയ്യുകയാൽ രുദ്രൻ എന്ന പേരുള്ളവനായി. ഏകാദശാഹേതയാ ച വിഭിന്ന രൂപം രുദ്രം വിധായ ദൈതാവനിതാശ്ച ദത്വാ താവദ്യദത്ത ച പദാനി ഭവൽ പ്രണുന്ന പ്രാഹ പ്രജാവിരചനായ ച സാദരം തം. ബ്രഹ്മാവ് അങ്ങയുടെ പ്രേരണ മൂലം ശിവനെ 11 പേരുകളും 11 വിഭിന്ന രൂപങ്ങളും ഉള്ളവനാക്കുകയും ഓരോരുത്തർക്കും പത്നിമാരെ പ്രദാനം ചെയ്യുകയും ചെയ്തു. അങ്ങനെ പ്രജാസൃഷ്ടി നടത്താൻ അപേക്ഷിക്കുകയും ചെയ്തു. മനു, കാലൻ, മഹാകാലൻ, മഹാൻ, ശിവൻ, ഭവൻ, വാമദേവൻ, ഉരു, രേതസ്, ധൃതവ്രതൻ, ഋതുധ്വജൻ എന്നിവയാണ് രുദ്രൻ്റെ 11 നാമങ്ങൾ. ഉമ, അംബിക, സുധ, ദീക്ഷ, ജഡ, ധീ, ഇരാവതി, അശന, വൃത്തി, നിയത്ത്, സർപ്പീസ് എന്നിവർ പത്നിമാരും. ഭൂമി, ജലം, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, തേജസ്, ഹൃത്ത്, ഇന്ദ്രിയങ്ങൾ,
പ്രാണൻ, തപസ് എന്നിവ സ്ഥാനങ്ങളുമാണ്. രുദ്രാപി സൃഷ്ടഭേദാകൃതി രുദ്രസംഘ സംഭൂര്യമാണ ഭുവനത്രയഭീതചേത മാമാ പ്രജാസൃജതപശ്ചരമംഗല യേത്യാചഷ്ടതം കമലപൂർഭവരീതിരാത്മാ. ഭയങ്കര ആകൃതികളോട് കൂടിയ രുദ്രസൃഷ്ടികൾ 3 ലോകങ്ങളിലും നിറഞ്ഞു പോകുമെന്ന് ഭയന്ന് ബ്രഹ്മാവ് അങ്ങയാൽ പ്രേരിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടി ശിവനോട് ഇനി പ്രജകളെ സൃഷ്ടിക്കരുത്, വിശ്വമംഗളത്തിനു വേണ്ടി തപസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. തസ്യാഥ സർഗരസികസ്യ മരീചിരത്രി സ്തത്രാംഗിരാകൃതുമുനി പുലഹ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. സൃഷ്ടി തൽപരനായ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പിന്നീട് 10 പുത്രന്മാർ ജനിച്ചു. മരീചി, അത്രി, അംഗിരസ്, ക്രതുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു, വസിഷ്ഠൻ, ദക്ഷൻ എന്നിവരും അങ്ങയുടെ പാദഭക്തനായ നാരദ ഭഗവാനുമാണ് ആ പുത്രന്മാർ. ധർമാധികാനഭിസൃജന്നഥ കർദമഞ്ച വാണീം വിധായ വിധിരംഗജ സങ്കുലോഭൂൽ ത്വൽബോധിതൈ സനകദക്ഷമുഖൈസ്തനൂജൈ രുൽബോധിതശ്ച വിരരാമതമോ വിമുഞ്ചൻ. പിന്നീട് ധർമ്മദേവൻ, കർദമ രാജാവ് എന്നിവരെ സൃഷ്ടിച്ചു. കമലാസനൻ സരസ്വതി ഭഗവതിയെ സൃഷ്ടിക്കുകയും മദന വിവശനായി തീരുകയും ചെയ്തു. എന്നാൽ അങ്ങ് ജ്ഞാനം നൽകിയ സനകൻ, ദക്ഷൻ എന്നീ പുത്രന്മാരുടെ ഉത്ബോധന നിമിത്തം അദ്ദേഹം തമസിൽ നിന്നും മോചിതനായി ദുഷിച്ച വികാരത്തിൽ നിന്നും വിരമിച്ചു. വേദാൻ പുരാണ നിവഹാനപി സർവവിദ്യ കുർവൻ നിജാനനഗണാശ്ചതുരാനനോസൗ പുത്രേഷു തേഷു വിനിധായ സസർഗവൃദ്ധി അപ്രാപ്നുവംസ്തവ പദാംബുജമാശ്രിതോഭൂത്. വേദങ്ങൾ, പുരാണ സമൂഹങ്ങൾ, മറ്റു വിദ്യകൾ എന്നിവയെല്ലാം സ്വന്തം മുഖത്തു നിന്ന് സൃഷ്ടിച്ച ആ ചതുർമുഖൻ തൻ്റെ ഉത്തമരായ പുത്രന്മാരിൽ ആ വിദ്യകളെ സ്ഥാപിച്ചു. അനന്തരം പ്രജാക്ഷേമം പൂർണ്ണമായി പ്രാപിക്കാൻ കഴിയാത്ത ബ്രഹ്മാവ് അങ്ങയുടെ പാദപത്മത്തെ തന്നെ ആശ്രയം പ്രാപിച്ചു. ജാനന്നുപായമഥദേഹമജോ വിഭജ്യ സ്ത്രീപുംസ്വഭാവം മഭജനന്നുദ്ഭ്യാം താഭ്യാഞ്ച മാനുഷകുലാനി വിവർദ്ധയംസ്തം ഗോവിന്ദമാരുതപുരേശ നിരുന്ധിരോഗാൻ. ഹേ വിശ്വനാഥ, അങ്ങയുടെ കാരുണ്യ നിമിത്തം തോന്നിയ ഉപായത്തിൻ്റെ ഫലമായി ബ്രഹ്മാവ് സ്വശരീരത്തെ സ്വയംഭൂവ മനുവിൻ്റെയും പത്നിയായ ശതരൂപയുടെയും രൂപത്തിൽ സ്ത്രീ പുരുഷ ഭാവത്തിൽ വിഭജിച്ചു. അവർ മുഖേന മനുഷ്യവർഗസംഖ്യ വർദ്ധിപ്പിക്കുന്ന ഭഗവാനെ, ഗുരുവായൂരപ്പനായ ഗോവിന്ദ, എൻ്റെ രോഗങ്ങളെ തടയണമേ. ശ്രീഹരേ നമഃ.